ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടപ്പാക്കിയ തളിപ്പറമ്പ് ടൗൺ വികസന പദ്ധതി പാതി വഴിയിൽ നിലച്ചു. തളിപ്പറമ്പ് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും തളിപ്പറമ്പിൽ നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിലെ മുഴുവൻ നഗരസഭകളും നടപ്പിലാക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ട പദ്ധതിയാണ് നിയന്ത്രിക്കാൻ ആളില്ലാതെ നിലച്ചത്. എന്നാൽ ബൃഹത്തായ ഒരു പദ്ധതി ഉടൻ തന്നെ നഗരത്തിൽ നടപ്പാക്കുമെന്നാണ് MLAയുടെ വാദം. തളിപ്പറമ്പ് MLAയെ ചെയർമാനാക്കി സർവകക്ഷികളും വ്യാപാരികളും ചേർന്ന് 1 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയാണ് നഗരം മനോഹരം. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് തരംതിരിച്ചുള്ള പാർക്കിംഗ്, വാഹനങ്ങളെ നിയന്ത്രിക്കാൻ സമിതി നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാർ, നഗരം നിറയെ സിഗ്നൽ ബോർഡുകൾ, ജനങ്ങൾക്ക് ബോധവൽക്കരണം. ഇതെല്ലാം കണ്ട് മന്ത്രിയോട് തന്നെ പറഞ്ഞുപോയി. ഏതായാലും ഈ തളിപ്പറമ്പ് മോഡൽ കേരളത്തിലെ മറ്റ് നഗരസഭകൾക്ക് ഒരു മാതൃകയായി മാറും. 1 വർഷം കഴിഞ്ഞതേയുള്ളൂ, എല്ലാം തകിടം മറിഞ്ഞു. ശമ്പളം കിട്ടാതായതോടെ സെക്യൂരിറ്റി ജീവനക്കാർ പണി നിർത്തി. സമിതിയുടെ പണപ്പിരിവിന്റെ പേരിൽ വ്യാപാരികളും രണ്ടായി. ട്രാഫിക് നിയന്ത്രണത്തിന്റെ സാധന സാമഗ്രികൾ താലൂക്ക് വളപ്പിലെ കാട്ടിലും. ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് തളിപ്പറമ്പ് നഗരം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച പണത്തിൻ്റെ അതിൻ്റെ പണം ചെലവഴിച്ച സാധനങ്ങൾ ഒരുപാട് പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. കടകൾക്ക് മുന്നിലുള്ള പാർക്കിങ്ങിന്റെ കാര്യത്തിലും വേർതിരിവ് കാണിച്ചു എന്ന് പരക്കെ പരാതിയുണ്ട്. ഒന്നും നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോൾ ശരിക്കും കുടുങ്ങിയത് കച്ചവടക്കാരാണ്. ഇവിടെ നിയന്ത്രിക്കാൻ ആളില്ല, നിയന്ത്രണത്തിന് ആരുമില്ല, ട്രാഫിക് ഇല്ല, തോന്നും പോലെ വണ്ടി വെക്കുന്നു പോകുന്നു, അങ്ങനെ അതുകൊണ്ടാണ് നമ്മളെ കടയിലൊന്നും ആരും വരുന്നില്ല. ഇതെല്ലാം സമ്മതിക്കുന്ന MLA പക്ഷേ 4 കോടി രൂപയുടെ ബൃഹത് പദ്ധതിക്ക് ആഗസ്റ്റ് 11 തുടക്കമാകുന്നതോടെ എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് റിപ്പോർട്ടറോട് പറഞ്ഞു. എന്നാൽ അതിലും അത്ര വിശ്വാസം പോരാ നഗരവാസികൾക്ക്. ക്യാമറാമാൻ രതീഷ് NC-ക്കൊപ്പം K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ, കണ്ണൂർ.